കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ മലേറിയ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ വീഴ്ചയോ അലംഭാവമോ ഉണ്ടായിട്ടില്ല എന്ന് കാഞ്ചിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രം അധികൃതർ വ്യക്തമാക്കി. ജൂലൈ മാസം ആദ്യമാണ് മലേറിയ റിപ്പോർട്ട് ചെയ്തത്. അന്നു മുതൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും അതിഥി തൊഴിലാളികൾക്കായി സ്ക്രീനിംഗ് ക്യാമ്പുകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചും വരുന്നുണ്ട്. നിലവിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ 14ഓളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും തുടർ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമൽ പറഞ്ഞു. കാഞ്ചിയാർ പഞ്ചായത്ത് പരിധിയിൽ 2026 ജൂലൈ മാസം ആദ്യത്തോടെയാണ് മലേറിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചത്. ജൂലൈ ആദ്യ വാരത്തിൽ ഒരു 2 അതിഥി തൊഴിലാളികളുടെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും നമ്മളത് കൃത്യമായി കണ്ടെത്തുകയും വേണ്ട ചികിത്സ നൽകി അവരെ രോഗം ഭേദമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജൂലൈ 25 ഒരു അതിഥി തൊഴിലാളി സ്ത്രീയിലുണ്ടായൊരു മരണം. ആ മരണത്തോടനുബന്ധിച്ച് സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയിൽ മലേറിയ സ്ഥിരീകരിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ തന്നെ നമ്മൾ മലേറിയ പ്രതിരോധ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ സ്ക്രീനിങ്ങും ശക്തമായി നടന്നുകൊണ്ടിരുന്ന സ്ക്രീനിങ്ങും മലേറിയ പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമായി തന്നെ വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. ആ സ്ക്രീനിങ് ക്യാമ്പുകളിലൂടെ നമ്മൾ ഏകദേശം 14ഓളം മലേറിയ കേസുകളെ കണ്ടെത്തി. ജൂലൈ മാസത്തിൽ അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ കൂടുതലായി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മൾ കൂടുതലായി വന്നിരുന്ന ആളുകളെ കൃത്യമായി സ്ക്രീനിങ് നടത്താനുള്ള ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കുകയും ഈ പ്ലാൻ പ്രകാരം നമ്മൾ അതിഥി തൊഴിലാളികളുടെ ഉടമസ്ഥത മീറ്റിങ്ങുകൾ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളായി ഒരു 4 മീറ്റിങ്ങുകൾ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മീറ്റിങ്ങുകളിലൂടെ തൊഴിലാളികളുടെ ഉടമകൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകുകയും നമ്മൾ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ അവരോട് കൃത്യമായി പങ്കെടുക്കാൻ ആവശ്യപ്പെടുകയും തൊഴിലാളികളെ പങ്കെടുപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന് പ്രകാരം നമ്മൾ ഒരു മൈക്രോ പ്ലാൻ, അതായത് ഈ പ്ലാൻ പ്രകാരം 25-ാം തീയതി മുതൽ ഈ മാസം അവസാനം വരെ, ഓഗസ്റ്റ് അവസാനം വരെയുള്ള സ്ക്രീനിങ് ക്യാമ്പുകളിലേക്കായി നാളിതുവരെ നടന്നിരുന്ന സ്ക്രീനിങ് ക്യാമ്പുകളിലേക്ക് 1000-ത്തിലധികം അതിഥി തൊഴിലാളികൾ പങ്കെടുത്തു. അതുപോലെ തന്നെ ഇനിയുള്ള 4 ദിവസങ്ങളിലും സ്ക്രീനിങ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്.